ആത്മനിർഭര ഭാരതത്തിന് മറ്റൊരു പൊൻതൂവൽ കൂടി. വാട്സാപ്പിനെ മറികടന്ന് ഭാരതത്തിന്റെ സ്വന്തം അരാട്ടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുകയാണ് അരാട്ടെയിലൂടെ. കാഷ്വൽ ചാറ്റ് എന്ന അർത്ഥം വരുന്ന തമിഴ് പദമായ അരാട്ടെ എന്ന പദമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മെസഞ്ചർ ആപ്പിന് നൽകിയത്. ആശയവിനിമയം ലളിതവും ആസ്വാദ്യകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ആപ്പ് പുറത്തിറക്കിയത്. സ്വകാര്യതയുടെ കാര്യത്തിൽ വാട്സാപ്പ് മാറ്റങ്ങൾ വരുത്തിയതോടെയാണ് തദ്ദേശീയ ആപ്പ് വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടത്. വാട്സാപ്പിന് പകരം ഇനി അരാട്ടെ പരീക്ഷിച്ചു നോക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതോടെ ഇപ്പോൾ വാട്സപ്പിനേക്കാൾ സ്വീകാര്യതയാണ് അരാട്ടെയ്ക്ക് ലഭിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും അരാട്ടെ ലഭ്യമാണ്. ടെക്സ്റ്റ് മെസ്സേജിംഗ്, വോയിസ്, വീഡിയോ കോളുകൾ, സ്റ്റോറീസ് തുടങ്ങിയ വാട്സപ്പ് വാഗ്ദാനം ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അരാട്ടെയും വാഗ്ദാനം ചെയ്യുന്നു. ആപ്പ് പുറത്തിറങ്ങിയതോടെ യുവാക്കൾക്കിടയിലും തരംഗമാവുകയാണ് അരാട്ടെ. ചാറ്റ് റൂം പോലുള്ള പുത്തൻ ഫീച്ചറുകളും ആപ്പിലുണ്ട്. ഗൂഗിൾ പോലുള്ള വിദേശ പ്ലാറ്റ്ഫോമുകൾക്ക് പകരമായി ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച സോഹോ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും നിർദ്ദേശം നൽകിയിരുന്നു. സോഹോ കോർപ്പറേഷനാണ് അരാട്ടെ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സോഹോ ആപ്പ് ഫാമിലിയിൽ ഉപയോക്താക്കൾക്ക് ഉപകാരപ്രദമായ നിരവധി ആപ്പുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.